ബിന്നിയും അനീഷും അതെ കിച്ചണിൽ അടിപൊട്ടിയിരിക്കുകയാണ്. ഇനിതാ മറ്റേ നമ്മുടെ മട്ടൻ ബിരിയാണിയുടെ അടി കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ കിച്ചൺ ടീമിൽ നമ്മുടെ ബിന്നി നമ്മുടെ അനീഷിനെ എടുത്തിട്ടേക്കാണ് കിച്ചൺ ക്യാപ്റ്റനായിട്ട്. പ്രതികാരത്തിന് വേണ്ടി ഇട്ടതാണ്, പ്രതികാരം തീർക്കാം. പക്ഷെ വന്നപ്പോഴത്തേക്കും ഫാമിലി റൗണ്ടായി പോയി. അപ്പോൾ പ്രതികാരം തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ജിസേൽ അവിടെ കയറി? അനുമോളല്ലേ കൂടെ ഉണ്ടാവേണ്ടത്? ജിസേലിനെ എന്തിന് കയറ്റി കിച്ചണിൽ? നിങ്ങൾ മാത്രം പോരാ, അനുമോൾ കൂടെ ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. തുപ്പലുള്ള ഫുഡ് കഴിക്കില്ല എന്ന് ലക്ഷ്മി. നിങ്ങളുടെ തുപ്പലാണ് അനീഷേനകത്തുള്ളത്. ഞാൻ ഈ ഫുഡ് കഴിക്കില്ല. സാബുമാൻ്റെ അച്ഛനും അമ്മയും വന്നിരിക്കുകയാണ്. അച്ഛൻ്റെ സംസാരവും അമ്മയുടെ ചിരിയുമായിട്ട് സാബുമാനും. അപ്പം നമുക്ക് നോക്കാം എന്താ നടന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഷാനവാസ് കുറച്ചൊരു അക്ബറും തമ്മിലൊരു പ്രാങ്ക് ആണോ എന്താണോ എന്ന് അറിഞ്ഞുകൂടാ. ഈ മനുഷ്യൻ സത്യമാണോ പറയണത് കള്ളമാണോ പറയണതൊന്നും മനസ്സിലാവൂല. എല്ലാത്തിനും ഒരേ ആക്ഷനാണ്. ഇത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് സത്യമാണോ അതോ ആക്ടിങ് ആണോ? ഇത് എനിക്ക് അറിയത്തില്ല. ഇന്നിപ്പോൾ തന്നെ നടന്നത് ഷാനവാസ്, അക്ബറേ നീ എന്നോട് ജസീലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ്, ഞാൻ പക്ഷെ പറയൂല, അത് പറയാൻ പറ്റൂല. എടാ നീ പറയാനുണ്ടെങ്കിൽ പറയടാ അക്ബർ, നീ ഇപ്പൊ പറ. നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ നീ പറഞ്ഞോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പറഞ്ഞോ നീ, ഞാൻ എന്താ പറഞ്ഞതെന്ന് പറ. അപ്പൊ ജിസേല് കിച്ചണിൽ നിൽക്കുകയാണ്. എന്താ പറഞ്ഞത്? വല്ല മോശം കാര്യമായിരിക്കും അല്ലേ പറഞ്ഞത്? പറയാൻ പറ്റില്ല. ആര് സമ്മതിച്ചാലും ഞാൻ പറയില്ല, ആര് പറഞ്ഞാലും ഞാൻ പറയില്ല. ആ അമ്മാതിരിയുള്ള കാര്യമാണ്. എടാ നീ പറയടാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പറ, ഞാൻ സമ്മതിച്ചു തരാം. നീ പറയങ്ങോട്ട്. എടാ പറയുന്നില്ലടാ. അപ്പം നമ്മൾ വിചാരിക്കും എന്തോ മോശപ്പെട്ട കാര്യമാണ് അക്ബർ ഇവിടെ നമ്മുടെ ജിസീലിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം ജിസേൽ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓൾറെഡി സിംഗിൾ ആണ്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഷാനവാസിന് വേണമെങ്കിൽ പറയാം, ഓക്കെ? ഞാനിവിടെ പരിപ്പ് കറി ഉണ്ടാക്കുന്നു, പൊട്ടാറ്റക്കറി ഉണ്ടാക്കുന്നു. അങ്ങനെ ജിസേൽ അടുക്കളയിൽ കയറിയിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു സംഭവം നടന്നു. നമ്മൾ വരുന്നവരെല്ലാം നമ്മുടെ ആദിലെ നൂറേം കാണുന്ന ദിയയും ജാസ്മിൻ അവർ കൊണ്ടുവന്നത് മട്ടൻ ബിരിയാണിയാണ്. പക്ഷെ അവർ അതിൻ്റെ കൂടെ വെജിറ്റബിൾ ബിരിയാണിയോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അക്ബറിൻ്റെ വീട്ടുകാരും വെജിറ്റബിൾ സംഭവം കൊണ്ടുവന്നായിരുന്നു. പക്ഷെ രണ്ടും ബിഗ് ബോസ് കയറ്റിയില്ല. ആകെ മട്ടൻ ബിരിയാണി മാത്രമാണ് കൊടുത്തു വിട്ടത്. അപ്പം ഇവരത് കാത്തിരിക്കുകയായിരുന്നു. എന്നാലും വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാവും, ദിയയൊക്കെ പറഞ്ഞ് വെജിറ്റേറിയൻ ഉണ്ടാവും. അപ്പം കിച്ചൺ ക്യാപ്റ്റൻ ആരാണ്? അനീഷാണ്. അപ്പം ഇത് കൊളുത്തി വിട്ടുകൊടുത്തത് രാവിലെ അനീഷ് അരിയിട്ടു ചോറ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കൊളുത്തി വിട്ടത് നമ്മുടെ ലക്ഷ്മിയാണ്. ലക്ഷ്മി പറയാണ് നോൺ വെജ് ഫുഡെല്ലാം വന്നു, പക്ഷേ വെജിറ്റേറിയൻ ഇല്ല, സോ അത് കാണേണ്ടത് കിച്ചൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ജിസേലിന് ഫുഡില്ല. നോക്കുമ്പോൾ ഇവർ കുറേ നേരം ക്യാമറ നോക്കിയിട്ട് ഫുഡ് വേണം. കാര്യം ജിസേലിൻ്റെ ഫുഡ് വന്നിട്ടില്ല, ദിയ കൊണ്ടുവന്നെയാണ് ജിസേലിൻ്റെ ഫുഡ്. പ്ലീസ് ബിഗ് ബോസ്, എന്ത് ബിഗ് ബോസ് ഈ കാണിക്കുന്നത്? അറ്റ്ലീസ്റ്റ് അവർക്ക് കൊണ്ടുവന്ന കുറച്ച് ഫുഡെങ്കിലും അവർക്ക് കൊടുത്തുകൂടെ? ഒന്നും വിടുന്നില്ല കേട്ടോ. വെജിറ്റേറിയൻ ഫുഡ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ കയ്യിലുണ്ട് ദിയ കൊണ്ടുവന്ന വെജിറ്റേറിയൻ ഫുഡ്, പക്ഷേ അകത്ത് കയറ്റി വിടുന്നില്ല. എന്തെങ്കിലും അവർക്ക് കൊടുക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞ് വെജിറ്റേറിയൻ ഫുഡ് കൊടുത്തില്ല. അത് കഴിഞ്ഞ ശേഷം ജിസേൽ ഇതിനിടയിൽ കൂടെ കുറേ പേര് കമൻറ്റിൽ പറയുന്ന അനു അറിഞ്ഞെന്നുള്ളത്. എല്ലാവരും നോൺ വെജ് ഫുഡ് കഴിച്ചു, എല്ലാവരും രാവിലത്തെ മന്തി ചിക്കനും കഴിച്ചിട്ടാണ് അവിടെ പോയി ഇരിക്കുന്നത്. അപ്പോൾ ജിസേലിന് മാത്രം ഫുഡില്ല. അപ്പോൾ ജിസേൽ കിച്ചണിനകത്ത് കയറി കുക്ക് ചെയ്യാൻ തുടങ്ങി. കൂടെ ആരൊക്കെയുണ്ട്? കിച്ചൺ ക്യാപ്റ്റനായ അനീഷ്, ഒനിൽ, അതേപോലെ തന്നെ നമ്മുടെ അക്ബർ. ഇതിൻ്റെ കൂടെ ഷാനവാസും ഉണ്ടാവും. കാര്യം അനീഷ് എവിടെയാണോ അവിടെ ഷാനവാസ് ഉണ്ടാവും. സ്ക്രീൻ സ്പേസിങ് ഇവിടെ എടുക്കണ്ടേ? മോളെ ബിന്നി, നിന്റെ കളിയൊക്കെ കയ്യിൽ വെച്ചോ. അപ്പൊ ബിന്നി, എന്തിനാണ് ജിസേൽ ഇവിടെ നിൽക്കുന്നത്? അതായത് ബിന്നിക്ക് ഇവിടെ ഒരു പ്രശ്നം കിച്ചണിൽ ഉണ്ടാക്കണം. കാര്യം ബിന്നിയെ കഴിഞ്ഞ പ്രാവശ്യം മോശം കിച്ചൺ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചതാണ് ആര്? നമ്മുടെ അനീഷ്. അപ്പൊ തിരിച്ചൊന്ന് കൊടുക്കണ്ടേ? അതിനുള്ളതാണ്. അതിന് മേലെയുള്ള ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്ത ലക്ഷ്മിയാണ്. ഈ പോയിന്റ് വെച്ച് അങ്ങ് പിടിച്ചാൽ മതി. അനുമോൾ അവിടെ ഭക്ഷണം കഴിച്ച് നന്നായിട്ട് സുഖമായിട്ട് അവിടെ പോയിട്ട് അതിലെ നൂറോട് സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അനുമോളാണ് ജിസേലിന്റെ കൂടെ കുക്ക് ചെയ്യേണ്ടത് അനുമോളാണ്. അപ്പൊ അനീഷ്, കിച്ചൺ ക്യാപ്റ്റനായി ഞാനുണ്ട്, ഒനിലുണ്ട്, അക്ബറുണ്ട്, ഇവരിത്രയും പോരെ? പറ്റത്തില്ല, അനുമോൾ തന്നെ വേണം. അനുമോളെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ടീം ഡിവൈഡ് ചെയ്തപ്പോൾ പറഞ്ഞത് അനുമോളെയാണ്. അനുമോൾ ഉണ്ടാവണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അനുമോൾ മാത്രം വേണ്ടല്ലോ, നമുക്കൊക്കെ ഈ കുക്കിംഗ് അറിയാവുന്നത് അനുമോളിന് മാത്രമാണ്. അപ്പോൾ ഒന്നിൽ പറഞ്ഞു എനിക്ക് കുക്കിംഗ് അറിയാമല്ലോ, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. പറ്റത്തില്ല. എന്നിട്ട് അനുവിനോട് ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ആര്? ബിന്നി. നീ അറിഞ്ഞോ ഇവിടെ ജിസേൽ ഫുഡ് ഉണ്ടാക്കണത്? അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല അനു, എന്നോട് ചോദിച്ചതുമില്ല. അവളോട് ചോദിക്കണതിനാണ്, ഞാനല്ലേ കിച്ചൺ ക്യാപ്റ്റൻ അനീഷ്. അപ്പൊ അനു എന്തിനാ പറഞ്ഞത്? നമ്മൾ 3 പേരും ഇല്ലേ?
അപ്പം ഇല്ല അത് പറ്റത്തില്ല. ഇതിനിടയിൽ കൂടെ കമന്റ് സെക്ഷനിൽ ഉണ്ടായിരുന്നു അനു ഇത് കണ്ടു എന്നുള്ളത്, ജിസേലിന് ഫുഡില്ല എന്നുള്ളത് അനു അറിഞ്ഞു. എന്നിട്ട് അനു നോക്കാതെ പോയിന്നാണ് കമന്റ് കിടക്കണം. ഞാൻ പക്ഷെ കണ്ടിട്ടില്ല, നമുക്കിത് എപ്പിസോഡിൽ കാണാം. അപ്പോൾ എന്തായാലും ഇല്ല 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 പറ്റത്തില്ല, അനുവാണ് വേണ്ടത്. അപ്പോൾ അനു വേണ്ട, ഇവിടെ നമ്മളില്ലേ, അനു ഇവിടെ കിച്ചൺ ക്യാപ്റ്റൻ ഒന്നും അല്ലല്ലോ എന്നും പറഞ്ഞ് വഴക്കൻ്റെ കൂടെ ലക്ഷ്മി പറ്റത്തില്ല, നോൺ വെജ് ഫുഡ് വന്നു കഴിഞ്ഞിട്ട് വെജ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, കിച്ചൺ ഒരു മഹാദുരന്തമാണ്. അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി എനിക്ക് ഫുഡ് വേണ്ട, അനീഷിൻ്റെ തുപ്പൽ വീണ ഫുഡ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, ഞാൻ കഴിക്കത്തില്ല. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അവിടെ വഴക്ക് നടക്കുകയാണെങ്കിൽ അനീഷ് എന്തൊക്കെയാണെങ്കിലും ആ ഫുഡ് എടുത്ത് മാറ്റി വെക്കണം, എന്നിട്ടേ വഴക്കുണ്ടാക്കാൻ പാടുള്ളൂ. സോ അനീഷിൻ്റെ ഫുഡ് ഞാൻ ബഹിഷ്കരിക്കുകയാണ്, എനിക്ക് ഫുഡ് വേണ്ട. ഫുഡ് വേണമെങ്കിൽ മന്തി നിറച്ച് തിന്നിട്ടിരിക്കുക, അവിടെ കൊണ്ടുവന്ന മന്തിയും ചിക്കനും ഒക്കെ തിന്നിട്ടിരിക്കുക, എന്നിട്ട് വെജിറ്റേറിയൻ ഫുഡും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. മനസ്സിലായ? ജിസേലിനും ലക്ഷ്മിക്കും കൂടെ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പം അനീഷിൻ്റെ ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ അനീഷ് കിച്ചൺ ക്യാപ്റ്റൻ. ഈ വഴക്കുണ്ടാകുമ്പോൾ ദേവി ഇത് ഫുഡ് അടച്ചു വെക്കുക. അനീഷ് ആണെങ്കിൽ ഷാനവാസ് ആണെങ്കിലും ആരാണെങ്കിലും എനിക്ക് പറയാനുള്ള പറഞ്ഞതേ പറ്റൂ, ഫുഡ് അടച്ചു വെക്കുക, അല്ലെങ്കിൽ കിച്ചൻ്റെ അവിടെ നിന്ന് മാറി നിന്നിട്ട് വഴക്കിടുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം അനീഷ് ഓഹോ നോൺ വെജ് ഫുഡ് മൊത്തം അടിച്ച് കയറ്റിയിട്ട് പിന്നെ വന്നേക്കുന്നു അല്ലേ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വേണ്ടാന്നല്ലേ? വരൂ ലക്ഷ്മി വരൂ. അല്പമെങ്കിലും ലക്ഷ്മിക്ക് ഒരു ഇതുണ്ടോ, അന്തസ്സുണ്ടോ ഇതൊക്കെ പറയാൻ? ഫുഡ് വേണ്ടാന്നുള്ളത്, ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡ് വേണ്ടാന്നല്ലേ? നോൺ വെജ് ഫുഡ് നിങ്ങൾ കയറ്റിയായിരുന്നല്ലോ, എന്നിട്ടോ കഴിച്ചു, അത് മൊത്തം വയറ് നിറച്ച് കഴിച്ചിട്ട് ഇപ്പം പറയുന്നു ഇവിടെ വെജ് വേണ്ടാന്നല്ലേ? അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടാണ് സാബുമാൻ്റെ വീട്ടുകാർ വരുന്നത്. സാബുമാൻ ആക്ടിവിറ്റി റൂമിൽ കൊണ്ട് നിർത്തുന്നു. എന്തൊരു ചേലാണ്, നെഞ്ചിൽ നീരാണ്. അങ്ങനെ അവിടെ സാബുമാൻ്റെ അമ്മയും അച്ഛനുമാണ് വരുന്നത്. അമ്മയുടെ അതേ ചിരിയും അച്ഛൻ്റെ അതേ വർത്തമാനമാണ് സാബുമാന്. അങ്ങനെ പസിലൊക്കെ സാബുമാൻ സോൾവ് ചെയ്തു, പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തു. പിന്നെ ബൗൺസ് ചെയ്തിടുന്നതായിരുന്നു കപ്പിൽ. അങ്ങനെ അവർ വീട്ടിലേക്ക് കയറി വരുന്നു. അച്ഛന് കാലിനൊരു കുഴപ്പമുണ്ട്, പ്രോബ്ലം ഉണ്ട്, പക്ഷേ വളരെ പോസിറ്റീവ് വൈബുള്ള അച്ഛനും അമ്മയാണ്. ഇങ്ങോട്ട് വന്നത് തന്നെ വലിയ കാര്യം. ഷാനവാസിനെയാണ് ഏറ്റവും ഇഷ്ടം. ഷാനവാസിനെ കൊണ്ട് അകത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് അക്ബറിൻ്റെ ഗെയിം ഭയങ്കര ഗെയിമാണെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസൊക്കെ ഇങ്ങനെ അനുവൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഷാനവാസ് ഭയങ്കര സ്ട്രാറ്റജി ആയിട്ട് കളിക്കുന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ടി വിയിൽ കാണുന്ന പോലെയല്ല, ചിലവർക്കൊക്കെ മാറ്റങ്ങളുണ്ട്. പിന്നെ സാബുമാനോട് നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കാൻ പറഞ്ഞു. ഇവൻ ഇങ്ങനെയൊന്നുമല്ല, വീട്ടിൽ ഒരു വക ചെയ്യൂല, ഇവിടെ വന്ന് ഇതെങ്കിലും ചെയ്തല്ലോ, ബോളി ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ നല്ല സന്തോഷമായിട്ട് അവർ പോവുകയാണ് തിരിച്ച്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള വഴക്കുകൾ നിവിനെ കുറിച്ചാണ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അക്ബറും ഷാനവാസും ജിസേലും ഒക്കെ കൂടി. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. കിച്ചൻ്റെ വഴക്ക് ഇപ്പോൾ പൊട്ടും. അടുത്ത വീഡിയോ വരാം. അതുവരേക്കും ബായ്.